ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദീപികാരന് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്നവർ ഈ വെള്ളിയാഴ്ച ദിവസത്തെ ഈ ദീപികാരന് ആരാധനയിൽ സാധിക്കുന്ന എത്രയും സമയം മുട്ടിന്മേലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക. മുട്ടുകുത്തി ഒന്ന് കരങ്ങൾ കുപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഒഴുകി ഇറങ്ങട്ടെ. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് തമ്പുരാന് ദീപികാരൻ്റെ നാഥന് സമർപ്പിച്ച് ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സമയം ഉച്ചസ്വരത്തിൽ ഗായക സംഘത്തോട് ചേർന്ന് ഗാനങ്ങൾ ആലപിക്കുവാനും പ്രാർത്ഥനകൾ ചൊല്ലുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുമല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ദീപികാരന് ആരാധനയിൽ ഒഴുകട്ടെ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ദീപികാരന് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദീപികാരന് നാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ലോകസമ്പത്തിനേക്കാൾ ഈ ലോകബന്ധനങ്ങളേക്കാൾ
ബന്ധങ്ങളേക്കാൾ ഈ ലോക സമ്പത്തിനേക്കാൾ ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ആത്മനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ചേർന്ന് പാടി പരിശുദ്ധ പരമ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ എന്നുമെന്നും ചേർന്ന് പാടി പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. തമ്പുരാന്റെ തിരുസന്നദ്ധയിൽ നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഉച്ച സമയത്തായിരിക്കുകയാണ്. തമ്പുരാന്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കട്ടെ. തമ്പുരാന്റെ സ്നേഹവും കൃപയും നമ്മളിലേക്ക് ഒഴുകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം നമ്മളോട് ഇപ്രകാരം പറയുകയാണ്: അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം പറയുകയാണ്: ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷം ഇതാ തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, നിനക്കിഷ്ടമുള്ളത് നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊള്ളുക. ഞാനിതാ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നിനക്ക് തരുക. ഈശോയേ, എൻ്റെ ദൈവമേ, ഈ നിമിഷം എന്നെ പൂർണ്ണമായിട്ട് ഞാനിതാ നിന്റെ കൈയിലേക്ക് തരുക. എൻ്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണമേ. ഈ ധൂപത്തിൽ നിന്ന് ഉയരുന്ന പരിമള ധൂപം പോലെ എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിനെ ഞാനിതാ ഉയർത്തുക നിന്റെ മക്കളിലേക്ക്. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഒന്ന് ഏറ്റെടുക്കണമേ. നമുക്കൊന്ന് ചേർന്ന് കായിക സംഘത്തോട് ചേർന്ന് ഇരുകരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലണച്ച് കുമ്പിട്ടുകൊണ്ട് കുമ്പിടുന്നു കുമ്പിടുന്നു. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലണച്ച കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച കുമ്പിടുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച കുമ്പിടുന്നു. ഇരുകരവും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 യേശുവേ മഹത്വം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാമത് അധ്യായം 5-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുകയാണ്. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. തമ്പുരാന്റെ കയ്യിലേക്ക് മകനെ, മകളെ, ഈ നിമിഷം നിന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള സകല ക്ലേശങ്ങളെയും ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കട്ടെ. എല്ലാ രോഗാവസ്ഥകളെയും ശാരീരികവും മാനസികവുമായ വേദനകളെ, രോഗപീഠകളെ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കട്ടെ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിച്ചിരിക്കുന്നു എന്ന് രക്തസ്രാവക്കാരിയോട് പറഞ്ഞവൻ, എഴുന്നേറ്റ് നടക്കുക എന്ന് ബത്സയിദ കുളക്കരയിലെ തളർവാദ രോഗിയോട് പറഞ്ഞവൻ, എനിക്ക് മനസ്സുണ്ട്, നീ സുഖം പ്രാപിക്കട്ടെ എന്ന് അന്ധനോട് പറഞ്ഞവൻ, നിന്നെ തന്നെ പോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് കുഷ്ഠരോഗികളോട് പറഞ്ഞവൻ, ലാസറെ പുറത്തു വരൂ എന്ന് പറഞ്ഞ് ലാസറിന് പുതുജീവൻ കൊടുത്തവൻ, ഈ നിമിഷം ഇതാ നിന്റെ കണ്ണിന്റെ മുൻപില് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് വിരിച്ചു പിടിച്ച കരവുമായിട്ട് ആയിരിക്കുന്ന നിമിഷമായത്. മകനെ, മകളെ, ഈ നിമിഷം നിന്റെ ശിരസിനെ, നിന്റെ ജീവിതത്തെ അവന്റെ നീട്ടിപ്പിടിച്ച കരത്തിന്റെ കീഴിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുക, കൃപ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുക്കുക. പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാമത് അധ്യായം 10-ാമത്തെ വാക്യത്തിലൂടെ അവിടുന്ന് പറയുകയാണ്, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈവിടില്ല. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം എന്നെ കൈവിടില്ല. ഈ നിമിഷം തമ്പുരാന്റെ കയ്യിലേക്ക് ഒന്ന് ചേർത്ത് വെക്കട്ടെ. മകനെ, മകളെ, ഈ നിമിഷം നിന്റെ ജീവിതത്തെ എന്റെ ദൈവമേ, ഞാനിതാ ചേർത്ത് വെക്കുക. എന്നെ ഒന്ന് ഏറ്റെടുക്കണമേ, എന്നെ ഒന്ന് ആശീർവദിക്കണമേ. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ബാബാ യേശുനാഥ,
വാവാ തമ്പുരാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ ഈശോനാഥ. ഒരിക്കൽ കൂടി ചേർന്ന് പാടട്ടെ. വാവാ ഈശോനാഥ വാവാ സ്നേഹനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ വാവാ ഈശോനാഥ. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തന് ചുറ്റും പാളയം അടിച്ച് അവനെ രക്ഷിക്കും. സിംഹക്കുട്ടി ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടി ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുകയാണ്. ഈ നിമിഷം നിന്റെ ജോലി മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കട്ടെ. ഇന്റർവ്യൂകളെ സമർപ്പിക്കട്ടെ. പരീക്ഷകളെ സമർപ്പിക്കട്ടെ. പരീക്ഷണങ്ങളെ സമർപ്പിക്കട്ടെ. ചില വ്യക്തികളൊക്കെ ഈ ദിവസം പറയുകയുണ്ടായ ഞാൻ എന്തിനിറങ്ങിച്ചെന്നാലും വെറും കൈയോടെ തിരിച്ചു വരുന്നത്. പലതും എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന അവസ്ഥയാ. ഈ നിമിഷം ദൈവ തിരുസന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെക്കട്ടെ. ദൈവമേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ദൈവമേ തിരുവചനത്തിന്റെ ശക്തിയാല് സിംഹക്കുട്ടി ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകില്ല എന്ന വചനത്തിന്റെ ശക്തിയാൽ ഈ നിമിഷം ദൈവമേ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് നീ കൃപയൊഴുക്കണമേ. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് സമർപ്പിച്ചോട്ട് പ്രാർത്ഥിക്കട്ടെ. നീ ജോലിക്ക് പോകുന്ന മേഖലകളിലുള്ള തടസ്സങ്ങള്, ചെറുതും വലുതുമായ ബന്ധനങ്ങള്, തടസ്സങ്ങള്, നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികള്, ഒരടി പോലും മുന്നോട്ട് വെക്കാനാവാതെ നീ തകർന്നു നിൽക്കുന്ന അവസ്ഥകള്, ഈ നിമിഷം ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ആ മേഖലകളിലേക്ക് ഇറങ്ങി ആവസിക്കുവാനായിട്ട് തമ്പുരാന്റെ ശക്തിയാല് എല്ലാവിധ ബന്ധന ചങ്ങലകളും പൊട്ടി തകരുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം ഒന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരിക്കൽ കൂടി പാടട്ടെ. സ്നേഹപിതാവേ, സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. പാവക സന്നിധിയിൽ ആദരവോടണയ്ക്കും യാചന സ്വീകരിക്കൂ കൃപാലു, യാചന സ്വീകരിക്കൂ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങന്റെ സഹായകനും വിമോചകനുമാണ്. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട്
ചില കുടുംബങ്ങളെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത പങ്കാളികൾ തമ്മിൽ അകന്ന് ആയിരിക്കുന്ന കുടുംബങ്ങള്, കലഹത്തിന്റെ ദുരാത്മാവിനാൽ നിറയപ്പെട്ട കുടുംബങ്ങള്, തെറ്റുകളും പാപത്തിന്റെ ബന്ധനങ്ങളും മൂലം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, ഈ നിമിഷം ദൈവ തിരുസന്നിധിയിൽ കണ്ണീരോടെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ചില കുടുംബങ്ങളെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞാൻ കണ്ടുമുട്ടിയത്, ഞാൻ ഫോണിലൂടെ സംസാരിച്ചതായ കുടുംബങ്ങളിലേക്ക് ദൈവമേ നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി ഒഴുക്കണമേ. ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരം ക്ഷമിക്കുവാനായിട്ട്, തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പൊറുക്കാനായിട്ട്, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട്, ഒരു മനസ്സാന്ത്രത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് തമ്പുരാനെ നീ വിശുദ്ധമായ കൂദാശയാല് ബന്ധിച്ചത് ഒരു കാരണവശാലും തകർന്നു പോകാനായിട്ട് നീ അനുവദിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ വളരെ പ്രത്യേകമായിട്ട് ആ കുടുംബങ്ങളിലേക്ക് നിറങ്ങി ആവസിക്കണമേ. നാല് ചുറ്റിൽ നിന്നും ആ കുടുംബങ്ങളിലേക്ക് തിന്മ കടന്നു വരുന്ന വഴികള് ദൈവമേ നിന്റെ ദൂതന്മാരെ അയച്ച് കോട്ട കെട്ടി സംരക്ഷിക്കണമേ. തകർക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന തിന്മകളെ ദൈവമേ നീ തകർത്തു കളയണമേ. ഈശോയെ, നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കേസുകളുമായിട്ടായിരിക്കുന്നവര്, ഭവനത്തിൽ നിന്ന് ഇറങ്ങി മറ്റ് സ്ഥലങ്ങളില് താമസിക്കുന്നവര്, ജീവിത പങ്കാളികൾ തമ്മിൽ സംസാരിക്കാത്തവര്, കോടതി മുറിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നവര്, ഈശോയെ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക. സമ്പത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുന്നവര്, സൗഭാഗ്യക്കുറവുകളുടെ പേരിൽ കലഹമുണ്ടാക്കുന്നവര്, സ്വാർത്ഥതയുടെ പേരിൽ കലഹമുണ്ടാക്കുന്നവര്, വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ കുടുംബങ്ങളെ തകർക്കുന്നവര്, ഈശോയെ എന്റെ ദൈവമേ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയൊരു അഭിഷേകത്താൽ നിറയ്ക്കപ്പെട്ടുകൊണ്ട് ദൈവമേ അവരെല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. കാരുണ്യവാനായ കർത്താവേ, എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവമേ നീ കൃപ കൊടുക്കണമേ. ഈശോയെ, മക്കളെ ഓർത്ത് മാതാപിതാക്കളുടെ കണ്ണ് നനയ്ക്കരുതേ. ഈശോയെ, പല കുഞ്ഞുങ്ങളും ഇന്നിന്റെ മക്കളായിട്ട് മാറിക്കൊണ്ട് തമ്പുരാനിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ അകലുന്ന അവസ്ഥകൾ സംഭവിക്കുന്നു. ഈശോയെ,
നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച്, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവമേ അവരുടെ ഹൃദയത്തെ തുറക്കണമേ. ഈശോയെ, പെന്തക്കോസ്ത അനുഭവത്തില് സ്ലീഹന്മാർക്കുണ്ടായതുപോലെ ഒരു തുറവി, ഒരു പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് നൽകണമേ. എല്ലാവിധ തിന്മയും എടുത്തു മാറ്റി ദൈവമേ ഞങ്ങളുടെ മക്കളെ നവീകരിക്കണമേ, കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ. ധാരാളം ദൈവപിള്ളകളെ വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ദൈവമേ നീ ഈ കാലഘട്ടത്തിൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന കേൾക്കണേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ വളരെ പ്രത്യേകമായിട്ട് ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഉദരത്തിൽ ഉദരഫലം കൊടുത്ത ദൈവമേ, ഉദരഫലവുമായിട്ട് കുഞ്ഞുങ്ങളെ ഉദരത്തിലായിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നീ കഴിഞ്ഞ കാലഘട്ടം നൽകിയ വലിയ കൃപ അനുഗ്രഹമാണല്ലോ. പല അമ്മമാർക്കും പല ദമ്പതിമാർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകി ഉദരത്തിൽ അവർ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുക. ഈശോയെ, ചിലരൊക്കെ പറഞ്ഞു ചില വിധത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെന്ന്. ഈശോയെ, ഒരു കുഴപ്പം ഉണ്ടാകാതെ തമ്പുരാനെ നിന്റെ ദിവ്യശക്തിയാല് നിന്റെ കരത്താൽ പൊതിഞ്ഞവരെ സംരക്ഷിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അവരിലേക്ക് തമ്പുരാനെ നിന്റെ വലിയ അഭിഷേകം അനുഗ്രഹം ചൊരിയണമേ എന്ന് തീക്ഷ്ണമായിട്ട് നിമിഷം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുകന്നാഥ, ശ്രവിക്കുകന്നാഥ. പ്രാർത്ഥിക്കും ദാസരെ നീ ദൈവമേ, പ്രാർത്ഥിക്കും ദാസരെ ശ്രവിക്കുകന്നാഥ, ശ്രവിക്കുകന്നാഥ. പ്രാർത്ഥിക്കും ദാസരെ നീ. തമ്പുരാനെ, ഈ നിമിഷം നിന്റെ തിരുസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരാഴ്ചക്കാലം പ്രാർത്ഥനാ സഹായം ചോദിച്ചവര്, മെസ്സേജുകൾ അയച്ചവര്, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നന്ദി പറഞ്ഞവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പല പ്രത്യേകമായിട്ട് ചില വ്യക്തികളെ ഈ നിമിഷം തീക്ഷ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്ന ഒരു അപ്പച്ചനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വീഴ്ചയെ തുടർന്ന് പെടലേക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു മകനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉദരത്തില് ചില പ്രശ്നങ്ങളുമായിട്ട് ആശുപത്രിയിലായിരിക്കുന്ന ഒരു മകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന 3 ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹത്താൽ നിറയപ്പെട്ട് വേദന അനുഭവിച്ച് തകർന്നു നിൽക്കുന്ന മാതാപിതാക്കളെയും ദമ്പതിമാരെയും കുഞ്ഞുങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് 6 കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന കിഡ്നി സംബന്ധമായ രോഗത്താൽ വലഞ്ഞു നിൽക്കുന്ന 2 മക്കളെ വളരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപയൊഴുക്കണമേ, 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 കൃപയൊഴുക്കണമേ,
ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വളരെ പ്രത്യേകമായിട്ട് എല്ലാ SMCA കൂട്ടായ്മകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യൂണിറ്റുകൾക്കും നേതൃത്വം കൊടുക്കുന്നവർ, SMCA ഓരോ മേഖലകളിലും നേതൃത്വം കൊടുക്കുന്നവർ, പ്രത്യേകമായിട്ട് റിയാദിൽ നിന്നുള്ള ബിനോയ് ചേട്ടനെയും മറ്റ് ഭാരവാഹികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദമാമിൽ പുതിയ SMCA കൂട്ടായ്മ നിലവിൽ വന്നിരിക്കുകയാണ്. സജീവ് ആന്റണി ചേട്ടൻ്റെ നേതൃത്വത്തിൽ സജീവേട്ടനെയും മറ്റ് ആളുകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാമ്പുവിൽ ആന്റണി ചേട്ടൻ്റെ നേതൃത്വത്തിൽ ആയിരിക്കുന്നു, അവരെ സമർപ്പിക്കുന്നു. അൽബഹയിലെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അബഹയിൽ ദേവസ്യ ചേട്ടനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പറീസ് ചേട്ടനെയും മാത്യു ചേട്ടനെയും ജദ്ദയിൽ, അതോടൊപ്പം തന്നെ തബൂക്കിൽ മാത്യു ചേട്ടനും ഷായി ചേട്ടനും ഒക്കെ ഉണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആരുടെയും പേര് അച്ഛൻ ഒഴിവാക്കുന്ന എല്ലാവരുടെയും പേര് മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിൽ ഉള്ളവരുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് എല്ലാ നേതൃത്വ നിരയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മൾ ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, അച്ഛൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ നേതൃത്വ നിരയിലുള്ള പ്രത്യേകിച്ച് വൈദികരെ സന്യസ്തരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ശുശ്രൂഷ ഒരുക്കി തരുന്നവരെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ വലിയ കൃപയാൽ നിറയപ്പെടുവാനായിട്ട് തീക്ഷണമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വചനം എന്ന വചന ശുശ്രൂഷ, 1 മിനിറ്റ് വചന ശുശ്രൂഷ ഇപ്പോൾ യൂട്യൂബിലൂടെയാണ് നൽകുന്നത്. പലരും ഞാൻ നോക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പഠിക്കുന്നില്ല. ഒരു ദിവസം ഒരു വചനമാണ് നിങ്ങൾക്ക് നൽകുന്നത് പഠിക്കാനായിട്ട്. അന്നേ ദിവസം 25 പ്രാവശ്യം ഉരുവിട്ട് ആ വചനം പഠിക്കണം. അമ്മമാര് അപ്പന്മാര് മക്കൾക്ക് വചനം പറഞ്ഞു കൊടുത്ത് അന്നേ ദിവസം പഠിപ്പിക്കണം. അതിന് വേണ്ടി ഓഡിയോ മെസ്സേജായിട്ട് തരുന്നത്, അതല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. ആ വചനം അങ്ങ് പഠിക്കണം. അന്നേ ദിവസം ഒരു ദിവസം ഒരു വചനം പഠിക്കാൻ പറയുന്നുള്ളൂ. പല കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ അവരോട് ഞാൻ ചോദിക്കും, വചനം കേൾക്കാറുണ്ടോ? ആ മമ്മിയും പപ്പായും കേൾക്കാറുണ്ട്, നിങ്ങൾ പഠിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ടത് രാവിലെ തരുന്നത്? പ്രിയമുള്ളവരെ, വചനം പഠിക്കണം. ഒരു വചനം അച്ഛൻ പറയുന്നുള്ളൂ. അച്ഛൻ 100 വചനം ഒന്നും പഠിക്കാൻ ഒരു ദിവസം പറഞ്ഞില്ല. ഒരു വചനം, ആ വചനം നിങ്ങൾ പഠിക്കണം. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എല്ലാ മക്കളും പഠിക്കണം. ഇന്ന് തൊട്ട് അത് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അയച്ചു തരും. അവിടുത്തെ നിങ്ങളുടെയൊക്കെ സമയങ്ങൾ എനിക്കറിയില്ല. ഇവിടെ രാവിലെ 8 മണിക്ക് വചനം അയച്ചു തരും. അപ്പോൾ നിങ്ങളത് പഠിക്കണം. അന്ന് ദിവസം പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടെങ്കിലൊക്കെ അയച്ചു തരിക. അതോടൊപ്പം തന്നെ കുർബാനയുടെയൊക്കെ ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാം, വാട്സപ്പിലൊക്കെ നിയന്ത്രണങ്ങൾ വന്നേക്കുന്ന കുറച്ചങ്ങ് അയച്ചു കഴിയുമ്പോഴത്തേക്കും ബ്ലോക്ക് ആകും, പിന്നെ പോകത്തില്ല. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് പരിശ്രമിക്കണം. നമുക്ക് ഈ സമയം വളരെ പ്രത്യേകമായിട്ട് കരങ്ങൾ കൂപ്പാൻ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാന സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ തിരുസന്നിധി മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരാഴ്ചക്കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം നീ ഏറ്റെടുത്ത് ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് ഒഴുക്കണമേ. അഭിഷേകം ചൊരിയണമേ. ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സംരക്ഷണ പ്രാർത്ഥനയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെയും വിശുദ്ധരെയും പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായങ്ങളും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന നിങ്ങളുടെ കാവൽമാലാക്കാരുടെ സംരക്ഷണം നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് കുരിശ് വരച്ച് ശുശ്രൂഷ അവസാനിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്പരം സ്തുതിയെല്ലാം. ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹാ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.